ഹായ് ഓൾ, ഇന്നലത്തെ നമ്മൾ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ കണ്ടവർക്കൊക്കെ ഏകദേശം നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ആദ്യത്തെ ട്രേഡ് നമുക്ക് ലോസ് കിട്ടി അല്ലേ. കാരണം വെച്ചാൽ നമ്മൾ 25,130 മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കോൾ ബൈ ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആദ്യത്തെ 20 മിനിറ്റ് ആകുമ്പോൾ 25-30 കോൾ ബൈ ചെയ്ത് ഞാനും ബൈ ചെയ്തിരുന്നു. പക്ഷേ അത് കൃത്യമായി താഴത്തേക്ക് വന്നപ്പോൾ ഞാൻ എക്സിറ്റ് ആയി 15 പോയിന്റോളം സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ട്രേഡ് നമുക്ക് വന്നത് എപ്പോഴാണ് അതിന് ശേഷം ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. കൃത്യമായിട്ട് 10:40 സമയത്താണ് നമുക്ക് രണ്ടാമത്തെ ട്രേഡ് വന്നത്. അതായത് ആ ഹൈ ഉണ്ടാക്കി ഹൈ ബ്രേക്ക് ചെയ്ത് പോയപ്പോൾ ട്രേഡ് എടുക്കാൻ ഞാൻ കൃത്യമായി ഗ്രൂപ്പിൽ ആ സമയത്ത് ഇട്ടിരുന്നു. അത് കണ്ടിട്ട് പലരും ട്രേഡ് എടുത്ത് നല്ല പ്രോഫിറ്റും കിട്ടിയിരുന്നു. അത് നല്ലൊരു 50 പോയിന്റിൻ്റെ അടുത്തോളം നമുക്ക് 50-60 പോയിന്റിൻ്റെ അടുത്ത് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിരുന്നു. അതിൽ അതാണ് ഇന്നുണ്ടായ രണ്ട് ട്രേഡ്. ഒന്ന് ലോസ് ആയിരുന്നു, ഒന്ന് പ്രോഫിറ്റ് ആയിരുന്നു. ഓൾ ഓവർ പ്രോഫിറ്റിലാണ് നമ്മളുള്ളത്. കാരണം നമ്മൾ റിസ്ക് റിവാർഡ് അങ്ങനെയാണ്. ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് ലോസ് വരുമ്പോൾ വരുന്നുള്ളൂ, ലാഭം കിട്ടും. മാക്സിമം റൈഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് മാക്സിമം നമ്മൾ പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം എടുക്കലുണ്ട്. അതുകൊണ്ട് നല്ലൊരു പ്രോഫിറ്റിൽ നമ്മൾ അധികം ഇറങ്ങല്. അപ്പോൾ നാളത്തെ മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നാളത്തെ മാർക്കറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് 25,130 മുതൽ 25,150 വരെയുള്ള റേഞ്ച് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 25,000 വരെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മാർക്കറ്റിൽ. ഇല്ലെങ്കിൽ 25,230, അത് അപ്പ് സൈഡിലേക്കാണ്. 25,230 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അപ്പ് സൈഡിലേക്ക് 25,330 വരെ പോകാനുള്ള സാധ്യത. ആ ഒരു 100 റേഞ്ചിലേക്ക് നെഫ്റ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനടുക്കുള്ള അതായത് 25,230 മുതൽ 25,130 വരെയുള്ള ആ റേഞ്ച് ഉണ്ടല്ലോ, അതൊരു കൺസോൾട്ടേഷൻ റേഞ്ചാണ്. അതിനുള്ളിലാണ് മാർക്കറ്റെങ്കിൽ അത് ബ്രേക്ക് ചെയ്തിരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അതാണ് നാളത്തെ ലെവൽ. സിമ്പിളാണ്, അത്രയേ ഉള്ളൂ. ആ 3 ലെവലുകൾ മാത്രമേ നാളെ നോക്കാനുള്ളൂ. അതിൽ എങ്ങോട്ടാണ് വരുന്നത് വെച്ചാൽ ആ സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്നു. പക്ഷേ ചെറിയൊരു SL മാത്രമേ വെക്കുന്നുള്ളൂ. ഓക്കെ, ഒന്നും കൂടി ലെവൽ പറയാം. 25,330 ഏറ്റവും ടോപ്പിൽ. അതിന് തൊട്ട് താഴെയുള്ളത് ഇപ്പോഴുള്ള റെസിസ്റ്റൻസ് തൊട്ടടുത്തത് ഇന്നത്തെ ഹൈ വെക്കാം. 25,240, 30-40 ആ റേഞ്ചിനുള്ളിൽ 10 പോയിന്റിനുള്ളിൽ 25-30, 25-40, 25,230, 25,240 ആ റേഞ്ച്. താഴത്തേക്കാണ് 25,150 മുതൽ 25,130 വരെ. ഏറ്റവും ഡൗൺ സൈഡ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,000 വരെ നിഫ്റ്റി വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ആ റേഞ്ച് നിങ്ങൾ നോക്കി ചാർട്ട് സെല്ലിൽ കൊടുക്കുക. ചാർട്ട് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്ന് പ്രോഫിറ്റ് കിട്ടിയ ആൾക്കാർ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.